നമസ്കാരം. ശ്രീ CR നീലകണ്ഠൻ, ശ്രീ രാജേന്ദ്രൻ പന്തളം, രണ്ടുപേർക്കും ABC ന്യൂസിന്റെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, നരേന്ദ്രമോദി സർക്കാർ അങ്ങനെ ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല. എടുത്ത തീരുമാനങ്ങൾ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയോടെ നടപ്പാക്കി സൽപ്പേരും ദുഷ്പേരും ഒക്കെ നേടാനും മടിയില്ലാത്തൊരു ഗവൺമെന്റാണ്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി ആ ഗവൺമെന്റിനുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്നലെ സംഭവിച്ചത്. ഒറ്റ ദിവസം കൊണ്ട് ഒരു നയപരമായ, ഒരുപക്ഷെ ഇതുവരെ ആരും ധൈര്യപ്പെടാത്ത ഒരു തീരുമാനം എടുക്കുകയും അത് ഒറ്റ ദിവസം കൊണ്ട് പിൻവലിക്കേണ്ടിയും വന്നിരിക്കുന്നു. സഞ്ചാർ സാധ്യതയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ പ്രത്യേകിച്ച് ഒരു മൊബൈൽ ഫോൺ നിർമ്മിക്കുമ്പോൾ തന്നെ നിർബന്ധമായും ഓരോ മനുഷ്യന്റെയും മൊബൈൽ ഫോണിൽ എല്ലാ കമ്പനികളും നിർബന്ധമായും ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ സ്ഥാപിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു നിയമം. ആ നിയമത്തെ ആദ്യം എതിർത്തത് കമ്പനികളാണ്. ആപ്പിള്, ഗൂഗിള് തൊട്ട് സാംസങ് വരെയുള്ള കമ്പനികളാണ്, മൊബൈൽ നിർമ്മാണ കമ്പനികളാണ്. പിന്നീട് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷവും എതിർത്തു, ഇന്ത്യയിലെ കോർപ്പറേറ്റുകളും എതിർത്തു, ഇന്ത്യയിലെ ടെക്കി ഭീമന്മാരൊക്കെ എതിർത്തു. എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് പിൻവലിക്കേണ്ടി വന്ന ഒരു നിയമം രാജ്യചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നതിനെ കുറിച്ചാണ്. CR അതിന്റെ എന്താണ് സഞ്ചാർ സാധി, അതിന്റെ എന്തുകൊണ്ടാണ് അത് വലിയ തോതിലുള്ള പ്രതിഷേധം വിളിച്ചു വരുത്തിയത്? ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ സാധാരണ ഒരു മൊബൈൽ നമ്മൾ വാങ്ങുമ്പോൾ അതിൽ കുറച്ച് ഇൻസ്റ്റാൾഡ് ആപ്സ് ഉണ്ട്. അത് മൊബൈൽ കമ്പനിക്കാർ തരുന്ന ആപ്സാണ്, സാധാരണ തരാറുണ്ട്. അതിപ്പോൾ നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. ഇൻബിൽറ്റ് ആപ്സ് എന്ന് പറയും, നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനും ചിലതൊക്കെ ഡിലീറ്റ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കില്ല. അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചില ആപ്പുകളുണ്ട്. ഇവിടെ സംഭവിച്ചത് സഞ്ചാർ സാഥി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട് എന്ന് പറയുന്ന, ഫ്രണ്ട് സാഥി എന്ന് പറഞ്ഞാൽ സഹയാത്രികൻ, ഫ്രണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആപ്പ് അടുത്ത മാർച്ച് മുതൽ എല്ലാ ഫോണുകളിലും, പുതിയ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കൊടുക്കണം എന്ന് നിയമം കമ്പനിക്കാരോട് നിയമം ആവശ്യപ്പെട്ടിരിക്കുക. നമ്മൾ ചെയ്യണമെന്നല്ല, കമ്പനിക്കാരോട്, ഫോൺ ഉണ്ടാക്കുന്ന കമ്പനിക്കാരോട്. ഇപ്പം നമുക്കറിയാലോ, ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. ആ കമ്പനിക്കാരോട് നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തേ കൊടുക്കാവൂ എന്ന് പറയുന്നത് ആണ് ഇതിൻ്റെ നിയമം. ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ഫോൺ സെക്യൂരിറ്റി ആണെന്നും സൈബർ ക്രൈം നടക്കില്ല എന്നും ഫോൺ നഷ്ടപ്പെട്ടാൽ എവിടെയാണെന്ന് അറിയാമെന്നും ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതിനൊക്കെ വേറെ മാർഗങ്ങളുണ്ട്, അത് വേറെ പ്രശ്നം. അതിനൊക്കെ വേറെ ആപ്പുകൾ നമ്മുടെ മൊബൈലിലുണ്ട്. ഇപ്പോൾ EMI നമ്പർ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ EMI നമ്പർ ഉണ്ടെങ്കിൽ ആ ഫോൺ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും കണ്ടെത്താൻ പറ്റും. അത് വളരെ സിമ്പിളാണ്. എല്ലാവരുടെയും EMI നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നമ്മൾ വെക്കാറുണ്ട്, നമ്മളൊക്കെ അത് പ്രിന്റ് എടുത്ത് വെച്ചിട്ടുണ്ട് EMI നമ്പർ എന്ന് പറഞ്ഞാൽ നാളെ പോലീസിന് അത് കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉള്ള സ്ഥലത്ത് ഇത് ബിൽട്ടിനായി, അതാണ് ജന്മനാ തന്നെ ഒരു ഫോണിൽ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടാവും. ഇങ്ങനെ ഒരു ആപ്പ് സ്ഥാപിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ, കാരണം ഒന്നാമത് ഇത് ഏകപക്ഷീയമായ തീരുമാനമാണ്. ഗവൺമെന്റ് തീരുമാനിച്ചു എന്ന് പറയുമ്പോഴും ഗവൺമെന്റിന് അങ്ങനെ എന്തും തീരുമാനിക്കാനുള്ള അവകാശമില്ല. ജനാധിപത്യത്തിൽ അങ്ങനെയില്ല. കാരണം ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, നിയമമുണ്ട്, പൗരാവകാശ സംരക്ഷണമുണ്ട്, ഇനി മാർക്കറ്റ് ഇത് ഉണ്ടാക്കുന്ന കമ്പനികളുടെ ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്, അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു കമ്പനിയോട് നിങ്ങൾ നിർബന്ധമായി ഈ ആപ്പ് സ്ഥാപിക്കണം എന്ന് പറഞ്ഞാൽ അത് ആ കമ്പനികൾ എതിർക്കാം. ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത്, ഇപ്പം നമുക്കറിയാം, പെഗാസിസ് പോലെയുള്ള സംഗതികൾ നമുക്കറിയാലോ. പെഗാസിസ് പോലെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ വിവരങ്ങൾ ഈ സ്ഥാപിച്ചാൽ, ഈ ആപ്പിന്റെ ഒരു ആപ്പ് സ്ഥാപിക്കുമ്പോൾ നമുക്ക് 100% ആപ്പ് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു പറയാൻ പറ്റില്ല. എനിവേ ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. DOT കൺട്രോൾ ചെയ്യുന്ന ഒരു ആപ്പായിരിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൺട്രോൾ ചെയ്യുന്ന ഒരു ആപ്പാണ്. ആ ആപ്പ് ഇപ്പം നമ്മുടെ AP-യുടെ ഇതിലൊരു ആപ്പ് വന്നാൽ ചിലപ്പോൾ ആപ്പ് പ്രസ് ചെയ്താൽ AP-യുടെ ഫണ്ട് പൈസ മുഴുവൻ പോകുന്ന ആപ്പൊക്കെ ഉണ്ട്. ആ ആപ്പ് ഞാനൊന്ന് ഓൺ ചെയ്താൽ ഉടനെ AP-യുടെ ബാങ്ക് അക്കൗണ്ട് മുഴുവൻ അവർക്ക് വരികയും ഒരു OTP വരികയും ആ OTP നമ്മളോട് ഒരുത്തം വിളിച്ച് ചോദിക്കും, നിങ്ങളുടെ OTP എത്രയാന്ന് ചോദിക്കും. അപ്പോൾ AP-യുടെ ബാങ്കിൽ ഫണ്ട് മുഴുവൻ പോകും, കാരണം അവർക്ക് മുഴുവൻ കാണാം. അതുകൊണ്ട് തന്നെ ആപ്പുകളെ പറ്റി ആളുകൾക്ക് നല്ല പേടിയുണ്ട്. അതൊരു വശം. രണ്ടാമത്, ഇതിപ്പോ ഗവൺമെന്റിലാണെങ്കിൽ വേറെ ആൾക്കത് മിസ്യൂസ് ചെയ്യാനോ, വേറെ ആൾക്ക് മിസ്യൂസ് ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് ഈ മൊബൈൽ ഫോണിലെ ഏതൊക്കെ വ്യക്തി വിവരങ്ങൾ അത് എടുക്കും നമുക്കറിയില്ല. ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോണിലാണ് നമ്മൾ വാട്സപ്പ് ഉള്ളത്. ഇപ്പൊ വാട്സപ്പിൽ സാധാരണ കോൾ ചെയ്താൽ ഇപ്പൊ മോണിറ്റർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഒരു രഹസ്യമായ ഒരു സന്ദേശം പറയണമെങ്കിൽ വാട്സപ്പിലാണ് കോൾ ചെയ്യുന്നെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചിലപ്പോൾ അവിടെ കിടക്കും, പക്ഷെ കോള് കിട്ടില്ല. നേരെ മറിച്ച് ഞാൻ മറ്റേ കോളാണെങ്കിൽ ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ വന്നാൽ വാട്സപ്പ് കോളിലും ടാപ്പ് ചെയ്യാൻ പറ്റും എന്ന് വന്നാലോ ഈ ആപ്പ് ഉപയോഗിച്ചാൽ. അപ്പൊ നമ്മുടെ പ്രൈവസി എന്ന് പറയുന്നത് 100%, പണ്ട് ജോർജ് ഓർവെൽ പറഞ്ഞ പോലെ ബിഗ് ബ്രദർ ഈസ് വാച്ചിങ് എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരവസ്ഥയിലേക്ക് ഇത് എത്തുമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകരും അതുപോലെ പ്രതിപക്ഷവും സംശയിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്,
ഇത് നടപ്പാക്കുമുണ്ടാകുമ്പോൾ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഗവൺമെന്റ് എന്തെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ? മൊബൈൽ കമ്പനിക്കാരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. ഇല്ല, ഒരു മുന്നറിയിപ്പ് ആരോടും ഒരു മുന്നറിയിപ്പും കൊടുത്തിട്ടില്ല. അങ്ങനെയില്ലാതെ ഏകപക്ഷീയമായി ജ്യോതിരാദിത്യ സിന്ധ്യ പോലെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവരുമ്പോൾ അത് അപകടകരമാണെന്ന് അറിയാൻ ഒരു ബുദ്ധിമുട്ടില്ല. പ്രത്യേകിച്ച് പാർലമെന്റ് സമ്മേളനം നടക്കുക, പാർലമെന്റ് സെഷൻ നടന്നുകൊണ്ടിരിക്കുക. പാർലമെന്റ് സെഷന്റെ കാലത്ത് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവരുന്നത് എന്തായാലും ചോദ്യം ചെയ്യപ്പെടുന്ന ഉറപ്പാണ്. അല്ലെങ്കിൽ തന്നെ പ്രതിപക്ഷം വേറെ കുറെ കാര്യങ്ങൾ കൊണ്ടുവരുമല്ലോ. അതിന്റെ കൂട്ടത്തിൽ അവർക്ക് ഒരു വടിയും കൂടി കിട്ടി ഈ സാധനം. അതാണ് അതിന് കാര്യം. പിന്നെ ഈ ഗവൺമെന്റ് തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവും കർഷക ബില്ല് കൊണ്ടുവന്നിട്ട് കർഷക സമരത്തിന്റെ ഭാഗമായത് പിൻവലിക്കേണ്ടി വന്നത് പാർലമെന്റ്. പക്ഷേ ദീർഘകാല സമരം വേണ്ടി വന്നു. അല്ല, ചിലപ്പോ ഇത് സുപ്രീം കോടതി പോയാൽ ചിലപ്പോൾ നിൽക്കില്ല. ഞാൻ കണക്കാക്കുന്നതാണ് ഈ സാധനം സുപ്രീം കോടതി പോയാൽ എന്റെ പ്രൈവസിയെ ലംഘിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറയാൻ പറ്റില്ല. അതെ, പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ആധാറിന്റെ കാര്യത്തിൽ കുറെ തർക്കം വന്നല്ലോ. നമുക്കറിയാലോ, ആധാർ ഈ നമ്മുടെ കയ്യിന്റെ വിരലിന്റെയും ഒക്കെയുള്ള കാര്യം, കണ്ണിന്റെയും ഒക്കെ രേഖ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആധാർ, അതിന് കുറെ തർക്കങ്ങൾ വന്നാണ്. ആ ഡാറ്റ ഇന്നത്തെ ലോകത്ത് ഏറ്റവും വിലയുള്ള സാധനം ഡാറ്റയാണ്. ഏറ്റവും വലിയ ചരക്ക്. സ്വർണ്ണമല്ല, പ്ലാറ്റിനല്ല, രാജ്യമല്ല, സ്ഥാനങ്ങളല്ല, അൽഗോരിതങ്ങളും ഡാറ്റകളും. അപ്പൊ ഈ ഡാറ്റ നിങ്ങൾക്ക് ഇപ്പൊ AI ഒക്കെ കാലാണ്. ഈ ആപ്പുമായി ഒരു AI ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇന്ന നേതാവിനെ വിളിക്കുന്ന മുഴുവൻ ആളുകളുടെ ലിസ്റ്റ് ഞങ്ങൾക്ക് കിട്ടും. അതെ, ഇന്ന നേതാവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത മുഴുവൻ ആളുകൾ, മറ്റത് എത്രയോ തപ്പി വരണം, അത് കിട്ടും. അങ്ങനെ എന്തെങ്കിലും നമുക്ക് പ്രോഗ്രാം ചെയ്യാം ആപ്പിൽ. അതെ, അത് വരുമ്പോഴേ PSR ഇപ്പോൾ നമുക്ക് കൂട്ടായി ആലോചിക്കേണ്ട ഒരു കാര്യം, പൊതുവെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യം, BJP ഗവൺമെന്റ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമായ താല്പര്യം എങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാലോ. ഇതിന്റെ പിന്നിൽ എന്ത് താല്പര്യം ആണ് ഒളിഞ്ഞിരിക്കാൻ സാധ്യതയുള്ളത്? ഒരു സംശയമില്ല, ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ താല്പര്യം ഉണ്ടാവാലോ. പ്രതിപക്ഷ കക്ഷികളുടെ, തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരുടെ, പൗരാവകാശ പ്രവർത്തകർ, അത് തന്നെയാണോ? അതെടുക്കാലോ. അത് ഞാൻ പറഞ്ഞാൽ അത് ചെയ്യാമല്ലോ, സാധ്യതയുണ്ട്. ചെയ്യാൻ ഒരു വഴി അവരെല്ലാം ഇട്ടു കൊടുക്കുകയാണ്. ചെയ്യില്ലോ എന്നുള്ളതൊക്കെ അത് വേറെ പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ ഒരു വഴി നമ്മൾ കൊടുക്കണെന്തിനാ? എന്റെ ഫോൺ ഞാൻ അറിയാതെ എന്നെ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാൻ ഗവൺമെന്റിന് ഞാനൊരു വടി കൊടുക്കണെന്തിനാ? ഒരു ഗവൺമെന്റിന് അറിയാത്ത രഹസ്യം എനിക്കുണ്ടാവില്ലേ? വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ എല്ലാം എന്റെ പൊതുപ്രവർത്തനമാണെങ്കിൽ ഗവൺമെന്റ് അറിഞ്ഞോട്ടെ, എന്റെ നിലപാടുകൾ ഒക്കെ അറിയാം. പക്ഷേ ഞാൻ എടുക്കുന്ന തീരുമാനം വ്യക്തിപരമായ, നാളെ പോയി ഞാൻ പറയാം ഒന്നും വേണ്ട. ചിലപ്പോൾ ആളുകളുടെ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദമൊക്കെ നടക്കുകയുണ്ടോ, ആളുകളുടെ കയ്യിലൊക്കെ ലൈംഗിക സംഗതി ഫോട്ടോ ഒക്കെ ഉണ്ടാവാം. ഇപ്പൊ ഏതെങ്കിലും ഒരു നേതാവിന്റെ ഫോട്ടോ എടുത്തിട്ട് ഇതാ കണ്ടോ, നിങ്ങൾ ഇതാണ്, നിങ്ങളുടെ ഇതിൽ നിന്ന് കിട്ടിയ ഫോട്ടോ ആണ് എന്ന് പറഞ്ഞ് അവന്റെ പണി തീർന്ന്, ആ നേതാവിന്റെ പണി തീർന്ന്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു ഒരു ഭരണകൂടം എടുക്കാൻ പാടില്ല. BJP എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് അവരെ ഒരു അനവധാനതയോടെ എടുത്തൊരു തീരുമാനം തന്നെയാണ്. ഒട്ടും ശ്രദ്ധിക്കാതെ ഇതങ്ങ് ഒന്നോളും. ഇപ്പോ ഇത് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, പൈസ പോവും, സൈബർ ക്രൈം വരും എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ പേടിച്ച് ഇട്ടോളും. പിന്നെ ഇന്ന് മന്ത്രി പറഞ്ഞിട്ട് വേണമെങ്കിൽ അവനവനിടാന്ന്. അതിപ്പോ ഇതൊന്നും വേണ്ടല്ലോ. അതിപ്പോ ഈ രാജ്യത്ത് എത്രയോ ആപ്പുണ്ട്. UPI ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, വാട്സപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, മെയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെല്ലാം സാധനങ്ങളുണ്ട്, ഊബർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ ഇതിലുണ്ട്, മൊബൈലിലുണ്ട്. ഞാൻ ഇഷ്ടപ്രകാരം ചെയ്യണതാ. അങ്ങനെ ആകുമ്പോൾ രാജേന്ദ്ര സാറേ, ഇത് നരേന്ദ്രമോദി സർക്കാർ കാണിച്ച ഒരുപക്ഷെ ഏറ്റവും വലിയ അബദ്ധങ്ങളിൽ ഒന്നായി എന്നൊരു ഫീൽ പൊതുവെ വന്നിട്ടുണ്ട് ഇന്ന്. അതെ, എനിക്ക് തോന്നുന്നു ജെൻസി എന്ന് പറയാവുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ കൊണ്ടുവന്ന ഒരു പരിഷ്കാരമാണ്. അങ്ങനെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഗവൺമെന്റ് തന്നെ ആപ്പിലായ ഒരു സംഭവമാണ്. എല്ലാവരും മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമായിട്ട് ഇത് വന്നിട്ടില്ല. വ്യാഴാഴ്ചയാണ് മന്ത്രിസഭാ യോഗം അവിടെ ചേരുന്നത്. അതിന്റെ തീരുമാനമായിട്ട് ഇത് നമ്മൾ കണ്ടിട്ടില്ല. ജ്യോതിരാദിത്യ സിന്ധ്യ പ്രഖ്യാപിക്കുന്നു. അതിനെ തുടർന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞ വിശദീകരണം എന്ന് പറഞ്ഞാൽ, ഈ ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുകയോ അത് നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യും. അങ്ങനെ ഓപ്ഷനിലാണ്, ഇത് മാൻഡേറ്ററി അല്ല. അങ്ങനത്തെ ഒരു ആപ്പായിരുന്നു. പക്ഷേ ബ്രിട്ടാസാണ് ഇത് ആദ്യം ഈ വിഷയം എടുത്തിട്ട് പാർലമെന്റിനകത്ത് ഇത് വലിയൊരു സ്തംഭനമായിട്ട് വരും എന്നറിഞ്ഞതിനെ തുടർന്നാണ് ഗവൺമെന്റ് നയപരമായിട്ടും അതുപോലെ തന്ത്രപരമായിട്ടും ഒരു പിൻവാങ്ങൽ ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. അതായത് നമ്മൾക്ക് അറിയാം, എറണാകുളത്ത് തന്നെ ജെറി അമൽദേവ് 25 ലക്ഷം രൂപയുടെ ഒരു തട്ടിപ്പാണ്. പാവം മൊബൈലിലൊന്ന് നോക്കി ഏതോ ഒരു കുഴി ഇതുപോലൊരു ആപ്പിൽ ചെന്ന് ചാടി. അങ്ങനെയാണ്. അതുപോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്കും വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജാണ്, നിർമ്മലാ സീതാരാമൻ നിങ്ങളിപ്പോൾ 1000 രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 25 കോടി രൂപയുടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് വരും. ഞാനും വിചാരിച്ചത്
ഇത് ഒന്നാം തരം ഫേക്ക്, ഡീപ്പ് ഫേക്ക് ആയിരുന്നു. AI-യുടെ കാലം. അതുപോലെ തന്നെ നാരായണമൂർത്തിയുടെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഈ കാണുന്നില്ല, നമ്മൾ ഇരകളായി. എനിക്കും വന്നു ഒരു CBI കേസുണ്ട് നിങ്ങൾക്കെതിരെ, വരൂ ഇപ്പം ഡിജിറ്റൽ അറസ്റ്റിലാണ് നിങ്ങൾ. ശരി, ആയിക്കോട്ടെ, CBI ഇൻസ്പെക്ടർ വരട്ടെ. CBI ഇൻസ്പെക്ടർ വന്നു, നിങ്ങൾ ഇതിനകത്ത് എന്തോ ഫോൺ വിളിച്ചതിൽ കൂടുതലായിട്ട് വിളിച്ചു. ശരി, എനിക്ക് അപ്പോഴേ മനസ്സിലായി. അപ്പം ശരി, ഓക്കെ, ഞാൻ വരാം. അതിനുമുമ്പ് ഇവിടെ എൻ്റെ പോലീസ് സൂപ്പറുണ്ട് കോട്ടയം, എൻ്റെ ഒരു പരിചയക്കാരനാണ്, ഞാനൊന്ന് കണ്ടിട്ട് വരാം. അതോടുകൂടി കംപ്ലീറ്റ് ഡിജിറ്റൽ അറസ്റ്റും അതിൻ്റെ വീഡിയോയും അപ്രത്യക്ഷമായി. ഇത് പക്ഷേ സാധാരണക്കാർ ഇത് കാണുമ്പോൾ അങ്ങ് ടെൻഷൻ അടിച്ചിട്ട് ഇപ്പോൾ ഡിജിറ്റൽ അറസ്റ്റിൽ പെട്ടിട്ട് കിടന്ന് മഹാരാഷ്ട്രയിൽ ഒരാൾ ഇതിൻ്റെ ഒരു മുഴുവൻ ജീവിതത്തിൽ സമ്പാദിച്ച വരുമാനം മുഴുവൻ ഇതിൽ പോയി. അപ്പൊ ഇതിനെ തിരുമേനി ഭാവം അങ്ങനെ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിനോട് 1 മണിക്കൂർ നേരം ഓഫ് ചെയ്യരുത്, ടോയ്ലറ്റിൽ പോകുമ്പോൾ പോലും പുള്ളി ഇതിങ്ങനെ പിടിച്ചോണ്ട് പോവുക, 1 മണിക്കൂർ ഓഫ് ചെയ്യുന്നത്. അത് കുറെ അങ്ങനെ ഒരുപാട് പേര് കബളിപ്പിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ശുദ്ധ ബുദ്ധിയ അദ്ദേഹം ചെയ്ത ഒരു കാര്യമായിരിക്കും. പക്ഷെ ഈ പറഞ്ഞത് വേണ്ടത്ര പക്വത ഇല്ലാത്തതുകൊണ്ട്, വേണ്ടത്ര ആലോചന ഇല്ലാത്തതുകൊണ്ട് പാളി പോവുകയാണ് ഉണ്ടായത്. നിഷ്കളങ്കമായി ആലോചിക്കാവുന്ന ഒരു വിഷയമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് സാറേ. ഒരിക്കൽ കൂടി രണ്ടുപേരും പ്രതികരിക്കേണ്ട ഒരു കാര്യം, നരേന്ദ്രമോദി നയിക്കുന്ന ഒരു സർക്കാർ, അതും BJP നയിക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിലെ ഒരു മന്ത്രിക്ക് ഇത്ര ക്രൂഷ്യലായ, വളരെ നിർണായകമായ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പരിഷ്കാരം ഒരു സുപ്രഭാതത്തിൽ ആരോടും ആലോചിക്കാതെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് തോന്നുമോ? എന്താ CR വിചാരിക്കുന്നത്? അല്ല, ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ആരോടും ആലോചിക്കാതെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു വിട്ടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നടക്കണേ നടന്നോട്ടെ എന്ന് തീരുമാനിച്ചിട്ടാണ്. അപ്പൊ എന്തായാലും പ്രധാനമന്ത്രി അറിയാതെ ചെയ്യാൻ പറ്റില്ല. കാരണം പ്രധാനമന്ത്രിയോടും പാർട്ടിയോടും പറയാതെ BJPയിൽ ഒരാളൊന്നും ചെയ്യില്ല, ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹത്തിന്. കാരണം ആ പാർട്ടിയുടെ ഘടന അതാണ്. ഇപ്പൊ കോൺഗ്രസിലാണ് ചെയ്യാം, ഒരു നേതാവ് ചെയ്താൽ മറ്റേ നേതാവ് പറഞ്ഞോളന്നില്ല. ഇതല്ലല്ലോ. ഇത് നമ്മുടെ CPM ഒക്കെ പോലെ കൃത്യമായും ചിട്ടയുള്ള പ്രവർത്തനമുള്ള ഒരു പാർട്ടിയാണ്, അവരുടെ മന്ത്രിസഭയാണ്. അപ്പൊ ഇത് നടക്കണമെങ്കിൽ നടന്നോട്ടെ, തീരുമാനമായി അങ്ങനെ പോവാണി പൊക്കോട്ടെ, ഒന്ന് എറിഞ്ഞു നോക്കി. യഥാർത്ഥത്തിൽ കിട്ടിയാൽ അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ, കിട്ടിയാൽ തന്നോട്ടെ. ഇനിയിപ്പോ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടെന്നും ആളുകൾക്ക് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞ് കുറെ ആളുകൾ ചെയ്യും. ഇല്ല നമ്മൾ പറയുന്നില്ല, ഗവൺമെന്റ് ആപ്പാണ്, എന്താ ചെയ്യാൻ പറ്റുക, ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ആളാണെന്ന് വിചാരിക്കും. ഓപ്ഷനിലാക്കിയിട്ടേ ഉള്ളൂ അല്ലേ? അതിപ്പോ ആർക്കും ചെയ്യാലോ. സഞ്ചാർ സാധ്യ എന്നൊരു ആപ്പ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. അത് ചെയ്യാൻ അപ്പൊ ഏത് ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ, വേണമെങ്കിൽ നമുക്കത് ഡിലീറ്റും ചെയ്യാം. ഗൂഗിൾ ആപ്സിൽ. നേരെ മറിച്ച് ഇൻബിൽട്ട് ആണെങ്കിൽ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഇൻബിൽട്ട് ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് എളുപ്പമാവില്ല. ഇനി നമ്മൾ ഡിലീറ്റ് ചെയ്താലും അത് വീണ്ടും ചിലപ്പോൾ അതിന്റെ എന്തെങ്കിലും ഇലക്ട്രോണിക്സിന്റെ ഒരു ലോകത്തിന്റെ പശ്ചാത്തലം ഉണ്ടല്ലോ തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ലോകത്തിലെ ഏതെങ്കിലും ഒരു കമ്പനിയോട്, ഇന്ത്യൻ കമ്പനി ആകട്ടെ ഗ്ലോബൽ കമ്പനികളാകട്ടെ, അങ്ങനെ ഒരു കമ്പനിയോട് ഏതെങ്കിലും ഗവൺമെന്റിന് ഇന്നൊരു ആപ്പ് നിങ്ങളുടെ ഒരു ഡിവൈസിൽ നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം എന്ന് കൽപ്പിക്കാനാവോ? നിയമപരമായി പറ്റില്ല. അവർ കോടതി പോയാൽ അത് പോവും, നിൽക്കൂല. കോടതി പോയാൽ ഇത് യഥാർത്ഥത്തിൽ എന്താണ്, പൗരാവകാശ പ്രവർത്തകർക്ക് കോടതി പോവാം, രാഷ്ട്രീയ പാർട്ടികൾക്ക് കോടതി പോവാം, ഇതുണ്ടാക്കുന്ന കമ്പനികൾക്ക് പോവാം, ആർക്കും പോവാം കോടതിയിൽ. പോയാൽ ഇത് ഈ പറഞ്ഞ പോലെയാണ്, വലിയ വാദവിപ്രവാദങ്ങൾ വരികയും അവസാനം ഇത് ഇൻസ്റ്റാൾ ചെയ്യൽ നടക്കാതിരിക്കുകയും ചെയ്യും. അതാണ് സംഭവിക്കുക. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും എറിഞ്ഞു നോക്കിയതാണെന്നാണ് ഞാൻ വിചാരിക്കണേ. കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരെയും കൂടി. ആപ്പിൾ കമ്പനി പറഞ്ഞല്ലോ ഞങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നില്ലെന്ന്, മന്ത്രിയോട് തന്നെ പറഞ്ഞു. നേരിട്ട് തന്നെ ആപ്പിൾ കമ്പനിക്കാർ പറഞ്ഞു ഞങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യില്ലെന്ന്. അവർക്ക് ഓപ്ഷനിലാണ്, അവർക്കത് ചെയ്യണം നിർബന്ധമില്ല. പിന്നെ അതേസമയം ഗവൺമെന്റിന്റെ തന്നെ UTS എന്ന് പറഞ്ഞൊരു സംവിധാനം, UTS റെയിൽവേയുടെ ഏത് ടിക്കറ്റ് വേണമെങ്കിലും നമുക്ക് റെയിൽവേ UTS മാത്രമല്ല, റെയിൽ 1 എന്ന് പറഞ്ഞ അതിലെല്ലാം പറ്റും. UTS അണ്ടർ സർവേ പറ്റും, ഇതിലെല്ലാം പറ്റും. അല്ല, അതിനൊന്നും ഇപ്പൊ നമുക്ക് യാതൊരു വിരോധമില്ല. നല്ലതാണ്. റെയിൽവേയുടെയാണ്, IRCTC ഉമാങ് ഉണ്ട്, അതുപോലെ തന്നെ മൊബൈൽ കടകളിൽ വരെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഡിജിറ്റൽ പേയ്മെന്റിനുള്ള ഭീം ആപ്പ് എന്ന് പറയുന്നത് UPI സംവിധാനം, ഇതൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഇതൊരു വിവാദം ഉണ്ടാക്കുന്ന രീതിയിലായി പോയി. അതിന്റെ ആ വിവാദം ഒരു ദിവസം കൊണ്ട് പിൻവലിച്ച രാഷ്ട്രീയ വിദ്യാഭ്യാസം കൂടിയായി, വലിയ പാഠമായി. കാരണം ഇത് എറിഞ്ഞാൽ കൊത്തിപ്പോകുന്ന സാധ്യതയുള്ള ഒരു അപകടം. ഞാൻ അഹമ്മദ് സാറിനോട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. എൻ്റെ ഒരു വിദ്യാർത്ഥിയുടെ സംശയമായിട്ട് കണക്കാക്കാൻ വളരെ അപക്വമായ ഒരു ചോദ്യമാണ്, എങ്കിലും അത് പ്രേക്ഷകർ കേട്ടോട്ടെ. ഈ കോൺഗ്രസിൽ നിന്നും എതിർപ്പ് വന്നു. പക്ഷെ മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു കാര്യം തീർച്ചയായിട്ടും സുപ്രീം കോടതി സ്വകാര്യതയ്ക്ക് വലിയ വില കൽപ്പിക്കുന്നുണ്ട്. അതേസമയം മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു കാര്യം, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം അതുപോലെ സുതാര്യമായിരിക്കണമെന്ന കാര്യത്തിൽ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. ഇപ്പം ഈ പ്രൈവസിയുടെ കാര്യത്തിൽ
ഈ വലിയൊരു ബഹളം, ഉത്കണ്ഠ. കോലാഹലം, ഉത്കണ്ഠ ഒക്കെ എന്ന് പറയുന്നത് അപ്പോൾ ആ മഹാത്മാഗാന്ധി പറഞ്ഞതിൻ്റെ വിരുദ്ധ കോടിയിലല്ലേ എന്നൊരു സംശയമാണ്. എനിക്ക് അതിനോട് വിയോജിപ്പാണ്. ആ. കാരണം പ്രൈവസി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിക്കും ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതം എൻ്റെ പുസ്തകമാണെന്ന് പറഞ്ഞാൽ എൻ്റെ പൊതുപ്രവർത്തനമാണ് പുസ്തകം. അല്ലാണ്ട് മഹാത്മാഗാന്ധി വീട്ടിനകത്ത് ചെയ്യുന്ന കാര്യമൊന്നും മഹാത്മാഗാന്ധി പറയാറില്ല, പറയേണ്ട കാര്യമില്ല. അതല്ല, വ്യക്തിപരമായ ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ ഒരു ഐഡിയ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പലർക്കും ഇപ്പോൾ വ്യക്തി ജീവിതവും പൊതുജീവിതവും രണ്ടായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്, അത് കൂടുതലും ഉണ്ട്. മാത്രമല്ല, വ്യക്തിപരമായ ഒരു കാര്യത്തിൽ നിങ്ങൾ എക്സ്പോസ്ഡ് ആവണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സമ്മതിച്ചോളണമെന്നില്ല. അതുകൊണ്ട് പ്രൈവസി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഇൻകം ടാക്സുകാരെ നമ്മുടെ പണമിടപാട് അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇൻകം ടാക്സോ അല്ലെങ്കിൽ ഇഡിയോ രാജ്യത്തോടുള്ള കട. പക്ഷെ ഞാൻ എന്റെ ഭാര്യയ്ക്ക് എഴുതുന്ന കത്തോ അല്ലെങ്കിൽ വേറെ ആർക്ക് എഴുതുന്ന കത്തോ എടുക്കേണ്ട കാര്യം എന്താ? സ്വകാര്യത നമ്മുടെ വ്യക്തിത്വത്തിന്റെയും പിന്നെ സ്വകാര്യത അടിസ്ഥാന സംഗതിയാണ്. വ്യക്തമായി, അത് വ്യക്തമായി. തീർച്ചയായും. അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ ഒരു തീരുമാനം, ഒറ്റ ദിവസം കൊണ്ട് പിൻവലിക്കേണ്ടി വന്ന തീരുമാനം, നമ്മുടെ സാങ്കേതിക രംഗത്ത് നിലനിൽക്കുന്ന വലിയ ആശങ്കകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസം കൂടിയായി മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.